ഹുസൈൻ മരിച്ചപ്പോൾ ആകാശം കരഞ്ഞിട്ടുണ്ട്, ഭൂമി കരഞ്ഞിട്ടുണ്ട്. ഹുസൈൻ മരിച്ചപ്പോൾ ആകാശം കരഞ്ഞു, ഭൂമിയും കരഞ്ഞു. അപ്പോൾ ഹബീബായ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ദുആഉന്നു അല്ലാഹുമ്മ അഹിബ്ബഹു, പടച്ചോനെ ഈ കുട്ടിയെ നീ സ്നേഹിക്കണേ. ഇന്നി ഉഹിബ്ബുഹു, ഈ കുട്ടിയോട് എനിക്ക് വല്ലാതെ സ്നേഹമാണ്. ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ. ആരാ രേഖപ്പെടുത്തുന്നത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അത് നിസ്സാരാക്കാൻ പറ്റുമോ? ആ കുട്ടികളിൽ ഹസനെ യസീദ് വിഷം കൊടുത്തു കൊന്നതാണ്, ഹുസൈനെ യസീദ് വെട്ടിക്കൊന്നതുമാണ്. ഹുസൈന്റെ പട്ടാളം യസീദിന്റെ പട്ടാളം കൊന്നതാണ്. അല്ലാഹു കാക്കട്ടെ, ഉറക്കപ്പറ അല്ലാഹു കാക്കട്ടെ. ഒന്നിന് യസീദ് വിഷം കൊടുത്തു കൊന്നു, ഒന്നിന് യസീദിന്റെ പട്ടാളം വെട്ടിയും കൊന്നു. ഹുസൈൻ റളിയല്ലാഹുവിനെ സ്നേഹിക്കാത്ത ഒരാൾ മൊയ്തീൻ ശൈഖിനെ സ്നേഹിച്ചാൽ അതെന്ത് സ്നേഹാടോ ചങ്ങാതി. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ അബൻ വഉമ്മൻ ശരി ഫൈനി ഖദ് ഇജ്തമാ വകുന്ത ശംസൻ വബദ്റൻ നൂറനിൽ തമാ അന്തൽ ഹഖു ബിതുൽ മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ. ചിന്തിക്കണം, ഹസനിയുമാണ് ഹുസൈനിയുമാണ്. ബാപ്പ വഴിക്ക് ഹുസൈനിയാണ്, ഉമ്മ വഴിക്ക് ഹസനിയുമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഹുസൈനു മിന്നി വഅന മിൻ ഹുസൈൻ മിൻ ഹുസൈൻ. ഹുസൈൻ എന്നിൽപ്പെട്ട ആളാണ്, ഞാൻ ഹുസൈനിൽപ്പെട്ട ആളുമാണ്. പുണ്യ റസൂൽ ഹുസൈൻ മിന്നി വഅന മിൻ ഹുസൈൻ എന്ന് പുണ്യ റസൂൽ. ഹുസൈൻ എന്നിൽപ്പെട്ട ആളാണ്, ഞാൻ ഹുസൈനിൽപ്പെട്ട ആളുമാണ്. ഹുസൈൻ മിന്നി വഅന മിൻ ഹുസൈൻ. ഹുസൈൻ ഇങ്ങോട്ടുമാണ്, ഞാൻ അങ്ങോട്ടുമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ചെറിയ ഒരു സംഗതിയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖീങ്ങൾക്ക് ഇത് ചെറിയ വിഷയമായി കണക്കിലാക്കാൻ കഴിയുകയില്ല. കൊന്നവരെ കാര്യം പറയലല്ല ഇവിടെ ലക്ഷ്യം, അത് റബ്ബ് തീരുമാനിക്കും, അതിൽക്കറിയില്ല. പക്ഷെ അത് കൊല്ലപ്പെടുക എന്നത് മുസ്ലിമീങ്ങൾക്കത് വലിയ സംഭവമാണ്, അത് നിസ്സാരപ്പെട്ട സംഭവമല്ല. ഫറോവയും ആളുകളും മരിച്ചപ്പോൾ ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമി കരഞ്ഞിട്ടില്ല എന്ന ആയത്തിന് കഴിഞ്ഞ ആഴ്ച വിശദീകരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന്. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട മഹാനായ ജലാലുദ്ദീൻ ദുർറിൽ പറയുന്ന വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു. എന്നാൽ ഹുസൈൻ മരിച്ചപ്പോൾ ആകാശം കരഞ്ഞിട്ടുണ്ട്, ഭൂമി കരഞ്ഞിട്ടുണ്ട്. ഹുസൈൻ മരിച്ചപ്പോൾ ആകാശം കരഞ്ഞു, ഭൂമിയും കരഞ്ഞു. ഇതാരാ? ഹാഫിദ് ജലാലുദ്ദീൻ റളിയല്ലാഹു അൻഹു. അവരാ രേഖപ്പെടുത്തിയത്. അവരെ തള്ളാൻ പറ്റുമോ? ഉമ്മിനെ ചിന്തിക്കണം. ഇത് കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നുള്ളവർക്കുള്ള വയറാണ്. അല്ലാതെ സ്ഥാനം ഇവിടെ ഇല്ല, ഇവിടെ തർക്കിക്കാനും ഇല്ല. ചിന്തിക്കണം, അവരുടെ സ്ഥാനം മനസ്സിലാക്കണം. അവരുടെ സ്ഥാനം എന്ത് ചിന്തിക്കണം. അവരുടെ സ്ഥാനം എന്ത് നമ്മൾ ചിന്തിക്കണം. ഇത് ഇമാം ബുഖാരി തങ്ങളുടെ കിതാബാണ്. ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹുവിന്റെ അദബുൽ മുഫ്രദാണിത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ അവർ രേഖപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചുതരാം. എന്തായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അടുക്കൽ ആ കുട്ടികളെ സ്ഥാനം എന്ത് എന്ന് മനസ്സിലാക്കാൻ, ഹബീബിന്റെ അടുക്കൽ സ്ഥാനം എന്തായിരുന്നു മനസ്സിലാക്കാൻ ചിന്തിക്കി. ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ അബീ മുസ്റദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്ത് സമയത്തു അബൂ ഹുറൈറ, ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. എന്താണ് അബൂ ഹുറൈറ തങ്ങൾ പറയുന്നത്? സമിഅ ഉദ്നായ ആതൈനി, എന്റെ ഈ രണ്ട് ചെവിയും കേട്ടതാണ്. ആര് പറയാ? അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, എന്റെ രണ്ട് ചെവിയും കേട്ടതാണ്. വബസറത്ത് ഐനായ ആതൈനി, എന്റെ ഈ രണ്ട് കണ്ണും കണ്ടതാണ്. ആര് പറയാ? അബൂ ഹുറൈറ. എന്റെ ഈ രണ്ട് ചെവിയും കേട്ടതുമാണ്, എന്റെ ഈ രണ്ട് കണ്ണും കണ്ടതുമാണ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ബിയദൈഹി ജമീഅൻ ബികഫിൽ ഹസനി അബിൽ ഹുസൈൻ, ഹസനെയോ ഹുസൈനെയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ പറഞ്ഞത്? നേരെ അങ്ങോട്ട് എടുത്തിട്ട് പൊന്തിച്ചു.
വഖദമൈഹി അലാ ബികഫൈൽ ഹസൻ അബിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഖദമൈഹി അലാ ഖദമി റസൂലില്ലാഹ്. ആ കുട്ടിയുടെ കാല് റസൂലുള്ളാഹിയുടെ കാലിന്റെ മേലെ വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇർഖി, കേറ് മോനെ, കുട്ടിയോട് പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ. ഫറഖിയൽ ഗുലാം, അങ്ങനെ കുട്ടി ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മേലെ ചവിട്ടി കയറി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ വളഅ ഖദമൈഹി, ഹുസൈന്റെ കാല് ചവിട്ടി അലാ സദരി റസൂലില്ലാഹ്. ഹസന്റെ കാല് അല്ലെങ്കിൽ ഹുസൈന്റെ കാല് ചവിട്ടി അവിടെ അലാ സദരി റസൂലില്ലാഹ്, മുസ്തഫ റസൂലുള്ളാഹിന്റെ നെഞ്ചിന്റെ മേലെ ചവിട്ടി. ثم قال رسول الله, അപ്പൊ ഹബീബായ നബി പറഞ്ഞു, ഇഫ്തഹ് ഫാക്ക്, എന്റെ വായി തുറക്ക് എന്ന് കുട്ടിയോട് പറഞ്ഞു. ഫഫതഹ ഫാഹ്, അപ്പൊ കുട്ടി വായി തുറന്നു. ഫഖബ്ബലഹു, ആ കുട്ടിയുടെ വായിൽ ചുംബിച്ചു മുഹമ്മദ് മുസ്തഫ. ഫഖാല, ഞാൻ കണ്ടു നിൽക്കുന്നുണ്ട്. ആര് പറയാ? അബൂ ഹുറൈറ റളിയല്ലാഹു. ആരാ രേഖപ്പെടുത്തുന്നത്? ഇമാം ബുഖാരി തങ്ങള്. ചിന്തിക്കണം. കേറ് മോനെ എന്ന് പറഞ്ഞ് കേറി. ഈ കുട്ടി ഹബീബായ റസൂലുള്ളാഹിയുടെ നെഞ്ചിന്റെ മേൽ ചവിട്ടി. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഇഫ്തഹ് ഫാക, കുഞ്ഞുമോനെ വായ തുറക്ക്. അപ്പോൾ കുഞ്ഞുമോൻ വായ തുറന്നു. ഫഖബ്ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ നബി ആ വായിൽ ചുംബിക്കുകയും ചെയ്തു. ഞാൻ കണ്ടു നിൽക്കുന്നുണ്ട്, ഞാൻ കേട്ട് നിൽക്കുന്നുണ്ട് എന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഫഖാല, റസൂലുള്ളാഹി ദുആർന്നു. കുട്ടി റസൂലുള്ളാഹി നെഞ്ഞത്ത് ചവിട്ടി. മനസ്സിലായില്ലേ? പറഞ്ഞ ഹുസൈൻ അല്ല എങ്കിൽ ഹസൻ ചവിട്ടി. എവിടെ ചവിട്ടി? പറ, എവിടെ ചവിട്ടി? ഹബീബ റസൂലുള്ളാഹിയുടെ നെഞ്ചത്ത് ചവിട്ടി. സുമ്മ ഖാല, അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ ദുആർന്നു, അല്ലാഹുമ്മ അഹിബ്ബഹു, പടച്ചോനെ ഈ കുട്ടിയെ നീ സ്നേഹിക്കണേ. ഇന്നി ഉഹിബ്ബുഹു, ഈ കുട്ടിയോട് എനിക്ക് വല്ലാതെ സ്നേഹമാണ്. ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ. ആരാ രേഖപ്പെടുത്തുന്നത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അത് നിസാരാക്കാൻ പറ്റുമോ? ആ കുട്ടികളിൽ ഹസനെ യസീദ് വിഷം കൊടുത്തു കൊന്നതാണ്, ഹുസൈനെ യസീദ് വെട്ടിക്കൊന്നതുമാണ്. ഹുസൈന്റെ പട്ടാളം യസീദിന്റെ പട്ടാളം കൊന്നതാണ്. അല്ലാഹു കാക്കട്ടെ, ഉറക്കപ്പറ, അല്ലാഹു കാക്കട്ടെ. ഒന്നിന് യസീദ് വിഷം കൊടുത്തു കൊന്നു, ഒന്നിന് യസീദിന്റെ പട്ടാളം വെട്ടിയും കൊന്നു. ചിന്തിക്കണം. റസൂലുള്ളാഹിന്റെ കാലിന് മേലെ കാല് വെച്ചു. കേറി കുട്ടി എവിടെ ചവിട്ടി? റസൂലുള്ളാഹിയുടെ നെഞ്ചത്ത് ചവിട്ടി. ഞാൻ കണ്ടിരിക്കാണ്, ഞാൻ കേട്ടിരിക്കാണ്. ആര് പറഞ്ഞു? ഞാൻ കേട്ടു നിൽക്കുന്നു, ഞാൻ കണ്ടു നിൽക്കുന്നു. ആര് പറഞ്ഞു? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു. ഇഫ്തഹ് ഫാക്ക്, വായി തുറക്കുമോനെ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി വായി തുറന്നു. അപ്പോൾ ആ കുട്ടിയുടെ വായിൽ ചുംബിച്ചു മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ അഹിബ്ബഹു, പടച്ചവനെ ഈ കുട്ടിയെ നീ സ്നേഹിക്കണമേ റബ്ബേ. എന്തുകൊണ്ട്? ഫഇന്നി ഉഹിബ്ബുഹു, ഈ കുട്ടിയെ എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. ഈ കുട്ടിയെ നീ സ്നേഹിക്കണമേ റബ്ബേ, ഈ കുട്ടിയെ എനിക്ക് വല്ലാത്ത സ്നേഹമാണ് എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഈമാനുള്ള ഒരു മനുഷ്യന് നിസ്സാരമാക്കാൻ പറ്റുമോ? ഇത് ഈമാനുള്ള ഒരു മനുഷ്യനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ഇതാണ് വിഷയം. അവരെ കൊന്നവര് എന്ത്, അത് റബ്ബ് തീരുമാനിക്കട്ടെ. ഇത് കോടതിയല്ല, ഇത് കോടതിയല്ല, അത് റബ്ബ് തീരുമാനിക്കും. അത് നമ്മൾ തീരുമാനിക്കുന്ന വിഷയമല്ല. പക്ഷെ അവരുടെ കൊലപാതകം മുസ്ലിമീങ്ങൾക്ക് വിഷയമാണ്. അവര് വിഷം കൊടുത്ത് മരിച്ചു എന്ന് പറഞ്ഞാൽ, അവര് വിഷം തട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ, അതും ഈ സമുദായ അംഗങ്ങൾ വിഷം കൊടുത്ത് കൊന്നു എന്ന് പറഞ്ഞാൽ, അത് മരണം വരെ സഹിക്കാൻ കഴിയുന്ന വിഷയമല്ല. അവര് മരിച്ച ദിവസം നമുക്ക് നിസാരമല്ല. എന്തുകൊണ്ട്? അല്ലാഹുമ്മ അഹിബ്ബഹു ഫഇന്നി ഉഹിബ്ബുഹു. ആരുടെ ദുആ? പറ, ആരുടെ ദുആ? മുത്തുനബിയുടെ ദുആ ആരാണ് രേഖപ്പെടുത്തുന്നത്? മഹാനായ ഇമാം ബുഖാരി. ഇത് മുഅ്മിനീങ്ങൾക്ക് നിസാരമാണോ? നിങ്ങൾ പറയും. ഇതെവിടെ വിഷയമുള്ളൂ? സുന്നികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു മറന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേജാറാകണ്ട. സുന്നി നാമധാരിനെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നി നാമധാരി. ഇന്ന് ഭൂരിപക്ഷം വരുന്ന സുന്നി നാമധാരി ആരല്ല?
ഒറിജിനൽ സുന്നിയല്ല. ഒറിജിനൽ സുന്നിക്ക് ഹുസൈനെ മറക്കാൻ റളിയല്ലാഹു അൻഹു കഴിയില്ല. സുന്നിയത്ത് അവരിലല്ലേ ഹസനിലൂടെയും ഹുസൈനിലൂടെയുമാണ് സുന്നിയത്ത് വന്നത്. സുന്നികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു മറന്നു എന്ന് പറഞ്ഞാൽ സുന്നികൾ മറന്നു എന്നല്ല, സുന്നികളുടെ നാമധാരികൾ. പക്ഷെ ഇന്നത്തെ സമാനിൽ അവർ വളരെ വലിയ ഭൂരിപക്ഷമാണ്. അള്ളാഹു കാക്കട്ടെ. നാമധാരികളായി നടക്കുന്നത് വളരെ ചിന്തിക്കണം. അല്ലെങ്കിൽ അകക്കാമ്പ് അറിയാത്ത ചിലര് അകക്കാമ്പ് അറിയില്ല, അകക്കാമ്പ് അവർക്കറിയില്ല. ചിന്തിക്ക്, ഏതെങ്കിലും ത്വരീഖത്തിൽ കൂടുന്നു, ഈ ത്വരീഖത്തിന്റെ അസൽ എന്താന്ന് അതും അവർക്കറിയില്ല. ഏതോ ഒരു ശൈഖിനെ തഅലീം ചെയ്യുന്നു, ആ ശൈഖിന്റെ അസൽ എന്താണെന്നും അവർക്കറിയില്ല. ഒന്നും വിചാരിക്കരുത്. പറഞ്ഞാൽ ഇന്ന് എന്തൊരിക്കലും മറന്നാൻ കാരണം എന്താ? അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചില്ല. പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകിയാൽ ഇങ്ങനെ സംഭവിക്കുകയില്ല. ഒരു സമാനിൽ ഒരു തൗഫീഖ് നഷ്ടപ്പെടുന്ന പിന്നെ ഇതൊക്കെ ഏത് കാലഘട്ടത്തിലും നടന്ന സംഗതിയാണ്. ഏത് കാലഘട്ടത്തിലും അകക്കാൻ പറയുന്നവർ ഇത് മറക്കാതെ കൊണ്ട് നടത്തിയതുമാണ്. അകക്കാൻ പറയുന്ന ആളുകൾ ഇത് മറക്കാതെ കൊണ്ട് നടത്തിയിട്ടുണ്ട്. അകക്കാൻ പറയുന്നവര് ഇത് സയ്യിദ് അസ്ഹാബുൽ അബാഉ വൽ ഖസാഇന്റെ മൗലിദാണ്. ഈ മൗലിദ് എനിക്ക് തൃപ്പച്ചി ഉസ്താദിന്റെ മഹാനവറുകളുടെ സമ്മതപ്രകാരം അവിടുത്തെ ഖലീഫയായ ബാപ്പുട്ടങ്ങൾ തന്നതാണ്. അവര് എന്താ കാര്യം എന്നറിയാൻ വേണ്ടി ഇപ്പൊ അവിടെ വരും. അതാണ് എക്സ്ട്രാ തിരട്ടിട്ടുള്ളത്. ഇതിന്റെ വകയല്ല. എന്തുകൊണ്ട്? നിങ്ങൾക്കും തോന്നണ്ട ഇനി ഏതെങ്കിലും ഒരു കാലത്ത് വേറെ ഒരു കേസറ്റ് ഇറക്കും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നണ്ട. പണ്ടേ നമ്മൾ മുഹറം മാസത്തിൽ ഇത് ചെയ്യാറുണ്ട്. പണ്ടേ ചെയ്യും. ഇതാ കാരണം, അത് അകക്കാമുള്ള ഒരു മനുഷ്യന്റെ കൽപ്പനയാണ്. അകക്കാമുള്ള ഒരു മനുഷ്യന്റെ കൽപ്പന. ചിന്തിക്കണം. ഞാനൊരു കൽപ്പിക്കാൻ അർഹതയുള്ള ഒരാളൊരു കാര്യം കൽപ്പിച്ചാൽ ഞാൻ പിന്നെ അത് ചെയ്യും. എന്തുകൊണ്ട്? എന്നെ സംബന്ധിച്ചത് ഒരാൾ അവർ പറഞ്ഞാൽ മതി. അവർക്ക് അതിന്റെ അപ്പുറം അറിയും, എനിക്കത് അറിയൂല. വെള്ളിയാഴ്ചയിൽ അറബി അല്ല, തൽക്കാലം ഒരു അറബിയിൽ ഒരു കാല റസൂലുള്ളാഹിയും കാലല്ലാഹും കൂട്ടിയിട്ട് ഒരു വയറ് എഴുതിണ്ടാക്കിയിട്ട് മിമ്പറുമൊക്കെ എഴുതി പറയാൻ എനിക്കത് കഴിയും. എന്നാൽ എൻ്റെ അടുത്തേക്ക് എൻ്റെ മഹലിൽപ്പെട്ട ഒരാളെ തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞയച്ചു. എൻ്റെ ഉസ്താദിനോട് പറയേ നാട് മുഴുവനും നബാത്യ ഖുത്ബയുടെ മഹത്വം വയറു പറയാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞു. 10 കൊല്ലം മുമ്പ്, 13 കൊല്ലം മുമ്പ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഖുത്ബയില്ലാതെ ഞാൻ ഓതൂല. എന്തുകൊണ്ട്? തോന്നിയതൊക്കെ ഓതാൻ തിരിഞ്ഞാൽ നാട് നാശാവും. നബാത്യ ഖുത്ബയിൽ ബർക്കത്തുണ്ട്, അതെന്നെ വെള്ളിയാഴ്ച ഓതാൻ മതി എന്ന് പറ. അതിന്റെ മാത്രം നാടാകെ വയറും പറയാൻ വേണ്ടി എൻ്റെ മൂല്യരോട് പറഞ്ഞാളാ എന്ന് ഞാൻ ഖുത്ബ ഓതുന്ന നാട്ടിൽ നിന്ന് ഒരാൾ ഉസ്താദിനെ കാണാൻ പോയി. അപ്പോൾ പറഞ്ഞേ നിന്റെ മൂല്യരോട് പറയേ എന്ത് നബാത്യ ഖുത്ബന്റെ മാത്രം നാടാകെ വയറു പറയാനും പറയാം, അത് ഓതിയാൽ മതി എന്ന് പറയാം. അന്ന് മുതൽ ഇന്ന് വരെ നബാത്യ ഖുത്ബ അല്ലാതെ ഞാൻ ഓതിയിട്ടില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള ഖുത്ബ അസോസിയേഷൻ ഇപ്പോൾ തീരുമാനിച്ചു, എന്ത് പള്ളികളിൽ നബാത്യ ഖുത്ബ ഓതിയാൽ മതി. എന്നാൽ ഞാൻ ഈ പണി കുറച്ച് കൊല്ലം കൃത്യമായി ചെയ്തു വരുന്നതാണ്. എന്തുകൊണ്ട്? അതാ കാരണം. കൽപ്പിക്കാൻ അർഹതയുള്ളവർ കൽപ്പിച്ചാൽ അനങ്ങാൻ പാടില്ല. എന്തുകൊണ്ട്? അവർക്ക് അകക്കാൻ പറയും. ഇവരാര് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരാര്? പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇതാ വീണ്ടും പറയാണ് ബഹുമാനപ്പെട്ട മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ബുഖാരി തങ്ങളാണ് വീണ്ടും റിപ്പോർട്ടർ. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? ഖറജ്നാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദുഅയ്നാ ഇലാ തുആമിൻ. ഞങ്ങളെ സ്വഹാബികൾ ഒരു ഭക്ഷണത്തിന് വിളിച്ച് ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഭക്ഷണത്തിന് വേണ്ടി നബിയോട് കൂടെ ആ വീട്ടിലേക്ക് പോയി. ഒരു വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി വരുന്നുണ്ടോ? ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വിളിച്ചു. ആര്? ഒരു സ്വഹാബി വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ഭക്ഷണത്തിലേക്ക് പുറപ്പെട്ടു. ഖറജ്നാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ആ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ വഴിയിൽ കളിക്കുന്നുണ്ട്. ആര്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. ജനങ്ങളെ മുന്നാലെ നബി ധൃതിയിൽ നടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി രേഖപ്പെടുത്താണ്. കളിക്കാണ്. ആര്? വഴിയിൽ കളിക്കുന്ന ചെറിയ കുട്ടിയല്ലേ, കളിക്കാണ്. ആര്? സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഫഅസ്റഅ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാമൽ ഖൗമി. ജനത്തിന്റെ മുന്നാലെ ധൃതിയിൽ നടന്നു. ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ.
സുമ്മ ബസത യദൈഹി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടിപ്പിടിച്ച്, കുട്ടിയെ പിടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അങ്ങനെ കൈ നീട്ടിച്ചെന്നു. ഫജഅലൽ ഗുലാമു യഫിറു ഹാഹുനാ വഹാഹുനാ, കുട്ടിയാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായാൻ തുടങ്ങി. ഫജഅലൽ ഗുലാമു യഫിറു ഹാഹുനാ വഹാഹുനാ, റസൂലുള്ളാഹി കൈ നീട്ടിപ്പിടിച്ച് പാഞ്ഞു തന്നു. ആരെ പിടിക്കാൻ? ഹുസൈൻ റളിയല്ലാഹു അൻഹു പിടിക്കാൻ. ഫജഅലൽ ഗുലാമു യഫിറു ഹാഹുനാ വഹാഹുനാ, കുട്ടിയാകട്ടെ ഇവിടെയും അവിടെയും പാഞ്ഞു കളിക്കാൻ തുടങ്ങി. നബിയെ ചിരിപ്പിക്കാൻ തുടങ്ങി. കുട്ടിയെ ചിരിപ്പിക്കാൻ തുടങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കുട്ടിയെ ചിരിപ്പിച്ചു. കുട്ടി അങ്ങോട്ട് പറഞ്ഞു. നബി കുട്ടിയെയും ചിരിപ്പിക്കുന്നുണ്ട്, കുട്ടി നബിയെയും ചിരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണത്തിന് പോവാണ്. നബി ആകട്ടെ കുട്ടിൻ്റെ ഒപ്പം പായാൻ തുടങ്ങി. എവിടേക്കപ്പം പോവാണ്? ഞങ്ങളൊരു ആൾ വിളിച്ചതാണ് ഒരു കാര്യമായ വിഷയത്തിന്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് വഴിയിൽ ആരെ കണ്ട്? കുട്ടി കളിക്കണ്ട. അപ്പൊ റസൂലുള്ളാഹി പിന്നെ കുട്ടിന്റെ പിന്നാലെ കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയുവാഹിഖുഹു, കുട്ടി നബിയെ ചിരിപ്പിക്കും, നബി അങ്ങോട്ട് ചിരിപ്പിക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾ കുട്ടിയുടെ പിന്നാലെ ഞങ്ങൾ നോക്കി നിന്നു. അവസാനം കുട്ടിയെ നബി പിടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജഅല يديه في ذقنه والأخرى في رأسه فجعل إحدى يديه في ذقنه. അങ്ങനെ റസൂലുള്ളാഹി ഒരു കൈ താടിന്റെ അവിടെ വെച്ചു, മറ്റേ കൈ കുട്ടിയുടെ തലയുടെ മേലെയും വെച്ചു. എന്നിട്ട് ഹബീബായ പിന്നെ അങ്ങോട്ട് കൂട്ടിങ്ങോട്ട് പിടിച്ചു, കെട്ടിക്കൂട്ടി പിടിച്ചു. മുആനഖത്തിന്റെ ബാബിലാണ് കുട്ടികളെ കെട്ടിപ്പിടിക്കണം എന്നതിന്റെ അധ്യായത്തിലാണ് ഈ വിഷയം ആര് പറയുന്നത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. കേട്ടോ, നീ പറയണത് നീ കേട്ടോ. പിന്നെ മുത്തനബി പറഞ്ഞു എന്ത്? ഹുസൈനു മിന്നീ വഅന മിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നാണ്. ഹുസൈനു മിന്നീ വഅന മിൻ ഹുസൈൻ, അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈന. ഹുസൈനെ ഒരാൾ സ്നേഹിച്ചാൽ അയാളെ അല്ലാഹു സ്നേഹിക്കുന്നതാണ്. ഈ ഒരു തിരിച്ചറിവല്ലാതെ ഇന്ന് വൈകുന്നേരം മരിക്കുകയാണെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് മരിക്കാനല്ലാത്ത ഒരു ലക്ഷ്യം എനിക്കില്ല. എനിക്കിതിൻ്റെ പിന്നിൽ പടച്ചോനെ ഇതിനെ ഇഷ്ടപ്പെടണം എന്നല്ലാത്ത ഒരു ഉദ്ദേശം. ഗീബൽസിന്റെ നുണ മറക്കുന്ന കാലമാണ്. 10 തൊട്ട് ഒരാൾ നുണ പറഞ്ഞാൽ അത് നേരാന്ന് ജനങ്ങൾ വിചാരിക്കും. ഈ വയറിൽ പറയുന്നതുകൊണ്ട് ദുന്യാവിൽ എനിക്ക് നഷ്ടമേ എന്ന് എനിക്ക് വിചാരില്ല. ദുന്യാവിലാട്ട് വിഷയം എന്നാലും അയാൾ ചെയ്യാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഞാൻ 1000 വട്ടം പറഞ്ഞാൽ ചെയ്യാല്ലേ മനുഷ്യന്മാർ. എനിക്ക് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടതിനോട് ഒരു ഇഷ്ടം ഉണ്ടായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ നഷ്ടം ഉണ്ടാവും. ദുന്യാവിൽ നഷ്ടം നമുക്ക് നഷ്ടമല്ല. സ്വപ്നമുള്ളവനല്ലേ നഷ്ടമുണ്ടോ? സ്വപ്നമില്ലെങ്കിൽ നഷ്ടം എന്താ? സ്വപ്നമുള്ളവനാണ് നഷ്ടം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം എന്ന സംഗതി ബാക്കിയില്ല, സ്വപ്നേ ഇല്ല. ഒരു സ്വപ്നം എനിക്ക് ബാക്കിയുണ്ട്. കുറച്ചോണെ ഒരു ഹജ്ജ് ചെയ്ത് മരിക്കരുത്, ഒരു ഹജ്ജ് ചെയ്ത് മരിക്കണമെന്നല്ലാത്ത ഒരു സ്വപ്നം എനിക്ക് ഇനി ബാക്കിയില്ല. ഇപ്പൊ ബാക്കിയില്ല. ഒറ്റ പൂടിയുണ്ട്. പക്ഷേ കഅബാലയത്തിലെ കില്ല പിടിക്കാതെ ജനം മരിപ്പിക്കരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ്. വേറെ ഒന്നുമില്ല. മുത്തറ റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് പോയി ഒരു സലാം പറയാതെ മരിപ്പിക്കരുത്. അങ്ങനെ പൂടിയുണ്ട്. വേറെ ഒരു പൂടിയില്ല. സ്വപ്നമില്ലാത്തവന് നഷ്ടമില്ല. ദുനിയാവിൽ ഒരു സ്വപ്നവും എനിക്ക് ബാക്കിയില്ല. അതുകൊണ്ട് ദുനിയാവിൽ എനിക്ക് നഷ്ടവുമില്ല. ദുനിയാവിൽ എനിക്ക് ഒരു സ്വപ്നം ബാക്കിയില്ല. ദുനിയാവിൽ അതുകൊണ്ട് എനിക്ക് നഷ്ടമില്ല. ഒരു സ്വപ്നം ബാക്കിയില്ല. ഒരു സ്വപ്നം ബാക്കിയില്ല. അത് നഷ്ടമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു മനസ്സ് തുറക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ എന്തേ നബി പറഞ്ഞത്? ഹുസൈനും മിന്നീ വഅന മിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈന, ഹുസൈനെ ഒരാൾ സ്നേഹിച്ചാൽ അയാളെ അള്ളാഹു സ്നേഹിക്കും. ഇതിന്റെ അർത്ഥമുണ്ട്. എന്താ അർത്ഥം? അള്ളാഹു സ്നേഹിക്കുന്ന സമയത്തെ ഹുസൈനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കഴിയൂല. അല്ലെങ്കിൽ ദുർന്യായങ്ങൾ പറഞ്ഞു നടക്കും. അള്ളാഹു സ്നേഹിക്കുന്ന കാലത്തല്ലാതെ അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. കുട്ടിയെ
പടച്ചതമ്പുരാൻ പൊരുത്തപ്പെട്ട നിസ്കാരവും പടച്ചതമ്പുരാൻ പൊരുത്തപ്പെടാത്ത നിസ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന്റെ അനുഭവത്തിൽ, പ്രത്യക്ഷത്തിൽ അല്ല. മുനാഫിഖിന്റെ നിസ്കാരവും മുസ്ലിമിന്റെ മുഅ്മിനിന്റെ നിസ്കാരവും പ്രത്യക്ഷത്തിൽ ഒരുപോലെയാണ്, പക്ഷെ ആ അനുഭവത്തിൽ ഒരുപോലെയല്ല. ഇസ്കും മഹബത്തും അല്ലാത്തൊരു ഈമാൻ വേറെ ഇല്ല. ഈ രണ്ട് ഹദീസും ഞാൻ ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ് വായിച്ചത്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. റളിയല്ലാഹു അൻഹു. എന്റെ അവസാനം നബി പറഞ്ഞു, ഹുസൈനു മിന്നി വ അന മിൻ ഹുസൈൻ. ഹുസൈൻ എന്നിൽ നിന്നുമാണ്, ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനാ. ഹുസൈനെ ഒരാൾ സ്നേഹിച്ചാൽ അയാളെ അല്ലാഹു സ്നേഹിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അൻ ഹാനി ഇബ്നു ഹാനി അൻ അലി റളിയല്ലാഹു അൻഹു ഖാല. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം തുർമദി രേഖപ്പെടുത്തുന്നത്, റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ? അൽ ഹസൻ അശ്ബഹു ബി റസൂലില്ലാഹി മാ ബൈന സദ്രി ഇല റസി. നെഞ്ച് മുതൽ തല വരെ നബിയോട് സാദൃശ്യമുള്ള ആളാണ് സയ്യിദുന ഹസൻ. ഹുസൈനു അശ്ബഹു ബിൻ നബി മാ കാന അസ്ഫല മിൻ ദാലിക. നെഞ്ചിന്റെ താഴെ കാല് മുതൽ നബിയോട് സാദൃശ്യമുള്ള ആളാണ് ഹുസൈന്. സുബ്ഹാനല്ലാഹ്. ഇവിടുന്ന് അങ്ങോട്ട് ഹസന്റെ, ഇവിടുന്ന് അങ്ങോട്ട് നബിയുടെ ശരീരം പോലെയാണ്. ഹുസൈന്റെ ഇവിടുന്ന് അങ്ങോട്ട് നബിയുടെ ശരീരം പോലെയാണ്. സല്ലല്ലാഹു. ഇമാം തുർമദി രേഖപ്പെടുത്തുന്നത്, ഇമാം തുർമദി രേഖപ്പെടുത്തുന്നത്, ഇമാം തുർമദി രേഖപ്പെടുത്തുന്നത്. ഞാനല്ല, നിങ്ങൾ ഇന്ന് എത്ര തള്ളും. ഞാനല്ല രേഖപ്പെടുത്തുന്നത്, ഇമാം തുർമദിയാണ്. റളിയല്ലാഹു അൻഹു. അവരെ സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവൻ പലരും ചെയ്യും, സ്നേഹിക്കും പലരും ചെയ്യും. നാട്ടുകാരെ ബാപ്പാന്റെ ആണ്ട് കഴിക്കുന്ന സമയത്ത് ഒരു പാത്തി ഓരുന്നതിനെ വിമർശിച്ച് പ്രസംഗിക്കും ചില ആളുകൾ. അദ്ദേഹം ബാപ്പ മരിച്ചാൽ ഓൻ തന്നെ ബാക്കി ഓരോ ചെയ്യും. അതും നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? അവനാൻ ഇഷ്ടപ്പെട്ടവരാകുമ്പോഴേ നാട്ടുകാരെ ബാപ്പ വെച്ചിന് എതിർത്തിന് എന്ത് വിശേഷമാണ് എനിക്ക് പറഞ്ഞത് മനസ്സിലായി. നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, ഇത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. എങ്കിൽ ആ ബാപ്പാനേക്കാൾ വലിയ ആളാണ് നമുക്ക് ആര് ഉറപ്പ്? നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാറിയാം? എനിക്കിന്റെ ബാപ്പാനേക്കാൾ വലിയ ആൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്, ഹസൻ റളിയല്ലാഹു അൻഹു ആണ്, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീബിയാണ്, സിദ്ദീഖും ഫാറൂഖും ഒക്കെ അങ്ങനെ തന്നെയാണ്. സിദ്ദീഖിനോദില്ലേ ഇന്ന് നേരെ പുറത്തിട്ട് സിദ്ദീഖിന് ഫാത്തിയോടെ ഞങ്ങളെത്തി വന്നിട്ടില്ല, ഇന്നലില്ല, മിനിഞ്ഞാന്നുമില്ല. അതിനല്ലേ ഞാൻ സിദ്ദീഖുൽ അക്ബറിന് ഒരു ഫാത്തിയ ഓടാതെ അപ്പുറത്ത് കൂത്തില്ല. അമ്പിയാക്കൾ കഴിഞ്ഞാൽ, മലക്കൾ കഴിഞ്ഞാൽ ആദ്യം ഫാത്തിയ സയ്യിദുന സിദ്ദീഖിനാണ് റളിയല്ലാഹു അൻഹു, പിന്നെ ഫാറൂഖിനാണ്, പിന്നെ ഉസ്മാൻ, പിന്നെ അലി, പിന്നെ ഫാത്തിമ, പിന്നെ ഖദീജ, പിന്നെ ഹസൻ ഹുസൈൻ. ഇല്ലാതെ ഒരു ദിവസം ഇങ്ങോട്ട് കയറി വരില്ല. കാലങ്ങളായി റബ്ബിന്റെ സഹായത്താൽ അൽഹംദുലില്ലാഹ്. വളരെ ചിന്തിക്കണം. ഈ സിദ്ദീഖ് തങ്ങൾ വഫാത്തായ മാസം റബീഉൽ ആഖിർ നമുക്കറിയും. അന്ന് നമ്മൾ സിദ്ദീഖ് മൗലൂദോടും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം നമുക്കറിയും. അന്ന് നമ്മൾ മുഹീദ്ദീൻ റാത്തീബ് നടത്തും. സുന്നിയാണ്, വേറൊരു പറ്റിയുടെ വർദ്ധനല്ല. അതേ നമ്മള് ഈ മുഹീദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ്, എല്ലാ ശൈഖ്മാരെക്കാളും വലുതായ അവരുടെ അസലും തറവാടുമായ അവരുടെ റഈസായ മഹാനായ ഹുസൈൻ നമ്മൾ മറക്കാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തലയിൽ ഗഫലത്ത് ബാധിച്ചതാണ്. വിഷയം ഇവിടെ നമ്മളെ മേൽ വഹാബി കയറിക്കൂടി. എന്തേ? മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ട് വെച്ചാൽ ആരും നമ്മളെ ചെയ്യാന്ന് പറയില്ല. എന്നാൽ ഹുസൈൻ ആണ്ട് വെച്ചാൽ ചെയ്യാന്ന് പറയാനും 10 ആളുണ്ടാവും. നമ്മളെ ക്ലീൻ ചിറ്റ് വേണം നമുക്ക്. എനിക്കങ്ങനെ ക്ലീൻ ചിറ്റ് വേണ്ട, എനിക്കങ്ങനെ ക്ലീൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ ഒരു ആവശ്യമില്ല. മുത്തുനബിന്റെ അടുത്ത് ആവശ്യമുള്ളൂ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇതിന് വിയർക്കണ ഓരോ വിയർപ്പും വെറുതെ ആവില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മോശപ്പെട്ട പാപിയാണ്, രക്ഷപ്പെടണമെന്ന് പൂതിണ്ടായിട്ടാണ്. വേറെ രക്ഷിക്കില്ല. മോശപ്പെട്ട പാപിയാണ്, രക്ഷപ്പെടണം. അല്ലാതെ എൻ്റെ നിസ്കാരം കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നല്ല. എൻ്റെ കാര്യം വളരെ പോക്കാണ്. എൻ്റെ നിസ്കാരം കൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല, എൻ്റെ നോമ്പോട് ഞാൻ രക്ഷപ്പെടില്ല. പിന്നെ അതൊക്കെ ചെയ്യണില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹു കബൂലാക്കും എനിക്കറിയില്ല. പക്ഷെ ഇത് അള്ളാഹു കബൂലാക്കും. എന്തുകൊണ്ട്? മൻ അഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാഹ്. ഹുസൈനെ ഒരാൾ സ്നേഹിച്ചാൽ അയാളെ അള്ളാഹു സ്നേഹിക്കും. മുത്തുനബി തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയതാണ് ഞാൻ വായിച്ചത്. ആരെങ്കിലും അല്ല, ഹുസൈനെ സ്നേഹിച്ചാൽ ആ ആളെ അള്ളാഹു സ്നേഹിക്കുമെന്ന് മുത്തുനബി പറഞ്ഞ ഹദീസ് രേഖപ്പെടുത്തിയത് ആരാണ്? ഇമാം ബുഖാരി തങ്ങളാണ്. മുഅ്മിനെ ചിന്തിക്കണം. ഇമാം തുർമദിയാണ് പറഞ്ഞത്, 2 മക്കൾക്ക് 2 ശൈലിയാണ്. അശ്ബഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന സ്വദ്രി വമാ അലാഹു ഹസൻ വമാ അസ്ഫലഹു ഹുസൈൻ. നെഞ്ച് മുതൽ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ
ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരക്കൂട്ട് അങ്ങനെയാണ്. നെഞ്ചു മുതൽ കാൽ വരെ നോക്കിയാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരക്കൂട്ട് അങ്ങനെയാണ്. രണ്ട് കുട്ടികൾക്ക് റസൂലുള്ളാഹിന്റെ തടി കിട്ടിയിട്ടുണ്ട്. നെഞ്ചിന്റെ മേലെ ഹസനാണെങ്കിൽ നെഞ്ചിന്റെ താഴെ ഹുസൈനാണ്. ആരാണ് ഇത് പറയുന്നത്? കുട്ടിയുടെ തടിയമ്പാടും അറിയുന്ന ബാപ്പ മഹാനായ സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു. ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട മഹദിയമായ അഹ്മദ് സഹീയ അബൻ വഉമ്മൻ ശരി ഫൈനി ഖദ് ഇജ്തമാ വകുൻത ശംസൻ വബദ്റൻ നൂറനിൽ തമാ അൻതൽ ഹഖ് ബിതുൽ മുഹയ്യദ്ദീൻ യാ മുഹയ്യദ്ദീൻ. നമുക്ക് 13 അവിടുന്ന് ചിരിച്ചുമെല്ലാം പോയിട്ട് പിന്നെ വേറൊരു മൂലയിൽ വിളിച്ച് ബാക്കി എടുക്കും. എന്തുകൊണ്ട്? ചിന്തിക്കണം. ഹസനിയുമാണ് ഹുസൈനിയുമാണ്. ബാപ്പ വഴിക്ക് ഹുസൈനിയാണ്, ഉമ്മ വഴിക്ക് ഹസനിയുമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അങ്ങോട്ട് അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ. അങ്ങനെ തന്നെയാണ് സുൽത്താൻ ആരിഫീൻ അഹ്മദുൽ കബീർ അരിഫായി. ഹുസൈനിയാണ് മമ്പർത്ത തങ്ങള്, ഹുസൈനിയാണ് ശിഹാബ് തങ്ങള്, ഉമർ അലി ശിഹാബ്, ഹൈദർ അലി. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഹുസൈനിയാണ്. അല്ലാഹുവിനെ ദറജയേറ്റി കൊടുക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. ഇവർ ആരാണ് എന്ന് മനസ്സിലാക്കണം. ഇവരെ നിസാരപ്പെടുത്തിയാൽ പിന്നെ എന്ത് ദീനി എന്ന് തിരിച്ചറിയണം. ഇത് ഞാൻ വെറുതെ നിസ്സാരമുള്ള കാര്യം പറയുകയല്ല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ അവരുടെ ശരീരഘടന പോലും അശ്ബഹാണ് ബിബി ജസദി റസൂലില്ലാഹ്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരഘടനയാണ് മഹാനായ സയ്യിദ്ന ഹസനും സയ്യിദ്ന ഹുസൈനും റളിയല്ലാഹു അൻഹും. ഇതൊക്കെ ഇനിയും ഒരുപാട് സ്ഥലത്ത് റിപ്പോർട്ടുണ്ട്. സിഹാവ് സിത്തയിൽപ്പെട്ട ഇമാം നസായിയുടെ കിതാബാണ്. സിഹാവ് സിത്തയിൽപ്പെട്ട ആളാണ് ആര്? ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ. സിഹാവ് സിത്ത 6 പരക്കെ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് അംഗീകരിക്കുന്ന ഹദീസിന്റെ കിതാബുകൾ 6. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ. ഇത് ഇമാം നസായിയുടെ കിതാബാണ്. ഈ കിതാബിൽ ഹുസൈന്റെയും ഹസന്റെയും മാത്രം എഴുതിയിട്ടുണ്ട്. ആര്? ഇമാം നസായി.